ഗുഡ് മോർണിംഗ് എവ്രി വൺ. വെൽക്കം ടു ഡേ 25. നമ്മൾ ഡേ 25 എത്തി. ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ എണീറ്റു കേട്ടോ. ഞാൻ എണീറ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി. ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ എൻ്റെ ഒരു റീലുണ്ടായിരുന്നു ഓണ്ടാവുന്നുണ്ട്. അത് അത്യാവശ്യം വ്യൂസൊക്കെ ആയി. ഒരു 60,000 ഒക്കെ വ്യൂസൊക്കെ കടന്നു. അപ്പോഴത്തേക്ക് എനിക്ക് രാവിലെ തന്നെ ഭയങ്കര സന്തോഷമായി. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കണം. അതിനകത്തുണ്ട് റീലുണ്ട്. അത് താങ്ക് ഗോഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഭയങ്കര സന്തോഷമായി രാവിലെ തന്നെ എണീറ്റപ്പോൾ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയത് കണ്ടപ്പോഴത്തേക്കും. കാരണം നമ്മളിടുന്ന പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോഴത്തേക്കും ഒരു വീഡിയോ നന്നായി റീച്ചായി, കുഴപ്പമില്ലാത്ത റീച്ചായി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ ആസ് എ ക്രിയേറ്റർ. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ രാവിലെ തന്നെ നന്നായിട്ട് എണീറ്റത്. അപ്പോൾ എന്തായാലും നമ്മൾ അതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. നമ്മുടെ ഡേ 25 കിടക്കാണ്, അത് സെറ്റാക്കണം. അപ്പോഴത്തേക്കും ഒരുത്തനുണ്ടേ ഞാൻ കാണിച്ചു തരാവേ. ഒരുത്തനോട് നിൽക്കും ബുഫേ. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ കാണിച്ചു തരാം. ബെഡിക്കറണ്ട പോര് പോര് പോര്. വാ 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 ഇങ്ങോട്ട്. അയ്യോ അയ്യോ മോനെ കഴിക്കലേ എന്നെ മോനെ. ഒന്നുമില്ല. അയ്യോ രാവിലെ തന്നെ സുന്ദരം വന്നേക്കുവാണേ. മതി എന്നാ 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 ഇങ്ങോട്ട് നോക്ക്. ഇവന് ക്യാമറ നോക്കത്തേ ഇല്ല കേട്ടോ. ഭയങ്കര ക്യാമറ ചെയ്യാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോകുന്നത് അപ്പവും ചെനക്കറിയുമാണ്. ചെനയും പനീറുണ്ടായിരുന്ന പനീറൊക്കെ ഞാൻ അല്ലാണ്ട് തിന്ന് നിർത്തും ഒറ്റയ്ക്ക് മാറ്റിയെടുത്തിട്ട്. അപ്പം ചെനക്കറിയും അപ്പവുമാണ്. അപ്പോഴത്തേക്ക് 2 അപ്പം ഞാൻ എടുത്തുള്ളൂ, കള്ളപ്പം. അപ്പോഴത്തേക്ക് അതെടുത്ത് നമുക്ക് കഴിക്കാം. ഈ പട്ടിക്കൊണ്ടെന്നെ തേച്ചതാ പൊന്നെ, ചതിച്ചട എന്നെ, എൻ്റെ 10 കൊല്ലം പോയടാ പൊന്നെ. അമ്മേ അപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മോളിൽ പോയി എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്കാണ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് ഡേ 24 ഒക്കെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ചേച്ചിനെ വിളിച്ചിട്ട് കുറേ നേരം അവളോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്ക് ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ അവളോട് പറഞ്ഞു ഇപ്പോൾ വരാവേ, ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അവൾ ജർമ്മനിയിലാണ്. അപ്പോഴത്തേക്ക് അവളോട് കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാം ബള ബള ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ഇത് തന്നെ നമ്മൾ സ്നാക്ക് കഴിക്കണേ. പിസ്തയും ആൽമണ്ടും റേസിൻസും ഇത് തന്നെ നമ്മൾ കഴിക്കണേ. അപ്പോൾ നമുക്ക് എഗെയിൻ ഞാൻ അവളെപ്പോൾ വിളിക്കട്ടെ, അവളെ വിളിച്ചുകൊണ്ട് ഞാനിത് കഴിക്കണമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ ഉള്ള നമ്മുടെ ലഞ്ച് കഴിക്കാൻ പോണ സമയത്ത് എഗെയിൻ പപ്പ ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പപ്പ ആയിരിക്കും ഉണ്ടാക്കേണ്ടാവുക. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി ഇന്നലത്തെ സെയിം സംഭവമായിരിക്കും, തോരനും ചോറും ഓംലെറ്റും തന്നെ ആയിരിക്കും. അപ്പോൾ അത് കഴിക്കണ സമയത്ത് എഗെയിൻ ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് അവിടെ എൻ്റെ ഒരു പിക്ചർ ഉണ്ടോ, അത് ഞാനാണ് ഗായ്സ്. എൻ്റെ മിസ് കേരള ഒരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനത് പോയി കഴിക്കട്ടെ. നമ്മളുണ്ടല്ലോ മുട്ട ഉണ്ടാക്കുന്നില്ല. അതിന് പകരം നമ്മൾ രാവിലത്തെ പോലെ തന്നെ അപ്പവും ആ ചനാക്കറി ഉണ്ടല്ലോ, ചെന്നക്കറി എന്നല്ലേ പറയാം, ആ സംഭവം രണ്ടുമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ചുമ്മാ ഒന്ന് പോയിട്ടതാണ്, ഒരു രസത്തിന് പോയിട്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അപ്പവും ചെന്നക്കറിയും കഴിക്കാം. രാവിലത്തെ കുറച്ച് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് കഴിക്കാം. അപ്പം ഞാനത് റെഡിയാക്കട്ടെ. ഓൾസോ ഒരുത്തൻ അവിടെ കിടപ്പുണ്ട്. അവൻ എന്ത് ചെയ്യേ അവിടെ, അവൻ്റെ മെയിൻ വിനോദം തുണി എടുത്ത് കടിക്കുക, ബെഡ്ഷീറ്റ് കീറി എറിയുക, നമ്മുടെ ചാർജറൊക്കെ കടിച്ചു പൊട്ടിക്കുക, ഇയർഫോൺസ് കടിച്ച് അതിൻ്റെ വയറ് മൊത്തം പുറത്തെടുക്കുക. ഇങ്ങനത്തെ ഒക്കെ പ്രത്യേകതരം വിനോദങ്ങളാണ് അവനുള്ളത്. ഭയങ്കര നല്ല കുട്ടിയാണ്, ഒരു രക്ഷ ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ വഴിക്ക് വിടാം. നമുക്ക് എന്നിട്ട് ഫുഡ് കഴിക്കാം.
നമുക്ക് എന്തായാലും കഴിച്ചിട്ട് വരാം. ഞാൻ പോയി കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഞാൻ പോയി കഴിക്കട്ടെ, എന്നിട്ട് ഓടി വരുന്നതായിരിക്കും. ബൂഫിയുടെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഞുഞ്ഞെന്ന് പറഞ്ഞ് വരുമായിരിക്കും. അപ്പോഴത്തേക്ക് അവനെ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ റൂമിൽ വന്നിട്ട് ബാക്കി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും പിന്നെ അല്ലാണ്ട് കോളേജിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ ഇതാവാൻ പോകുന്നത്, ഗ്രാജുവേഷനൊക്കെ ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കോളേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഇരിക്കുകയാണ്. ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ആൻഡ് ഓൾസോ ഇന്ന് വൈകുന്നേരം സ്വിമ്മിങ്ങിന് പോകണം. 4 മണിക്കാണ് സ്വിമ്മിങ്. ഇന്ന് മടി ഉണ്ടാവില്ല, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ എന്തായാലും കുറച്ച് നേരം നാപ്പ് എടുക്കാൻ ചാൻസ് ഉണ്ട്, ഹാഫ് ആൻ അവർ നാപ്പ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2:30 ഒരു കുറച്ച് നേരം നാപ്പൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ സ്വിമ്മിങ്ങിന് പോകണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നാപ്പ് എടുത്ത് എണീക്കുന്ന സമയത്ത് മടി വരാണ്ടിരുന്നാൽ മതി എന്നുള്ളൊരൊറ്റ ചിന്ത എനിക്കുള്ളൂ. മടി വരല്ലേ ദൈവമേ, അത്രേ ഉള്ളൂ. എന്തായാലും എന്തായാലും വന്ന് നമുക്ക് സ്വിമ്മിങ്ങിന് പോവാം. നാപ്പെടുത്തതിനൊക്കെ ശേഷം പതുക്കെ പോവാം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ സ്വിമ്മിങ്ങിന് പോകാൻ തുടങ്ങുക. ഡ്രസ്സൊക്കെ മാറി സ്വിമ്മിങ്ങിന് പോകാൻ തുടങ്ങുക. ഓക്കെ, ഞാൻ ഉറങ്ങിയില്ല. നാപ്പെടുത്ത് കഴിഞ്ഞാൽ മടിയാവും എന്ന് ഓർത്തിട്ട് ഉറങ്ങിയില്ല. നീ വരുന്നു സ്വിമ്മിങ്ങിന് നീ വരുന്നു. യു ആർ കമ്മിങ്? ഓക്കെ, നമുക്കിനി വീട്ടിലേക്ക് പോകാം. കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്നാക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാർവതി വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് അവിടെ എത്തിയായിരുന്നു, ഇവിടെ തിരിച്ചെത്തി. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ പിന്നെ അവളെ കാണാൻ പോകാമെന്നിട്ട് ഞാൻ വൈകുന്നേരം ഈവനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളുടെ അങ്ങോട്ട് പോയി. യൂഷ്വൽ എന്ന് ഞാൻ അവിടെ പോയി കുറച്ച് നേരം കത്തിയടിച്ചു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ടിപ്പം ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പവും ചിക്കൻ കറിയും. അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അപ്പവും ചിക്കൻ കറിയാണ് കഴിക്കുന്നത്. അത് കഴിക്കാം, കാരണം നന്നായി വിശക്കുന്നുണ്ട്. അത് കഴിക്കാം. ഞാൻ പാർവതിയുടെ പോയത്തേക്ക് അവൾ കുറച്ച് മാങ്ങയൊക്കെ തന്നായിരുന്നു. മാങ്ങയൊക്കെ കഴിച്ചു. പക്ഷേ എന്നാലും വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പവും ചിക്കൻ കറി കഴിക്കാം. നമ്മൾ ഡിന്നർ കഴിച്ചു. ഞാൻ വയറ് കുറച്ച് അധികം കഴിച്ചു. ഞാൻ കുറച്ച് എന്താ പറയുക, വിശപ്പ് കുറച്ച് കൂടുതലായത് കാരണം ഞാൻ വാരി വലിച്ച് കുറച്ച് കഴിച്ചു. അങ്ങനെ കഴിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, വല്ലപ്പോഴൊക്കെ അല്ലേ. ആൻഡ് നമ്മുടെ ചലഞ്ച് കഴിയാൻ ഇനി 5 ഡേയ്സും കൂടെ ഉള്ളൂ. 5 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹമാര ചലഞ്ച് തീരുകയാണ്. നിങ്ങൾക്ക് സാഡാണോ ഗേസ്? നിങ്ങൾക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഇനി ഒരു ചാലഞ്ച് കൂടെ തുടങ്ങാൻ ഞാൻ ചാലഞ്ച് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചാലഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു ചീറ്റ് മീൽ ഡേ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വാരി വലിച്ച് കഴിക്കുമല്ല, പക്ഷേ ഒരു നമ്മൾക്ക് തോന്നുന്ന കാര്യത്തിൻ്റെ കുറച്ചായിട്ട് കഴിക്കാൻ, അതാണ് എൻ്റെ പ്ലാൻ. അപ്പം ഒരു ചീറ്റ് മീൽ ഡേ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ കുറച്ച് വെയിറ്റ് മൊത്തം കൂടുന്ന രീതിയിലുള്ള ഫുഡ് മൊത്തം കഴിക്കണ്ട, കുറച്ച് എല്ലാം മോഡറേറ്റ് ആയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേ 25 ഓൾസോ തീർക്കുകയാണ്. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുന്നില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുന്നു. വെയിറ്റ് കുറയുന്നില്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പക്ഷേ ചിലർക്കത് പ്രൈമറി ആയിരിക്കും. എനിക്കത് പ്രൈമറി ആയിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞാൻ ഓർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന്. പക്ഷേ പിന്നെ എനിക്കല്ല, നമ്മളൊത്തിരി ഇമ്പ്രൂവ് ആയാലും നമ്മുടെ റൊട്ടീൻ, നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആണ്, നമുക്കെല്ലാം ചെയ്യാനുള്ളൊരിതുണ്ട്. അങ്ങനത്തെ ഒരു നമ്മുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി മാറും, മെൻറ്റൽ ഹെൽത്ത് ഒത്തിരി മാറും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നാളെ ഡേ 26 ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.